ജഡ്ജി അയാളുടെ ഓഫീസിലേക്ക് വരുമ്പോൾ ഹേസിങ് അങ്ങോട്ട് വന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും. അയാൾ അവളെ മൈൻഡ് ആക്കാതെ പോകും. ഞാനത് ഉറക്കെ വിളിച്ച് പറയട്ടെ, ഡോഹുവിനെ കുറിച്ചുള്ള കാര്യമാ. അയാൾ അവിടെ നിൽക്കും. ബാക്കിയുള്ളവരെ പറഞ്ഞു വിട്ടിട്ട് ചുരുക്കി പറ, എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറയും. ഞാൻ നിങ്ങളെ കോടതിയിൽ സാക്ഷിയായി വിളിക്കാനിരിക്കുകയായിരുന്നു. നിങ്ങൾ വന്നില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ വരുത്തിയാനെ. ഇതിൻ്റെ അവസാനം കണ്ട് അടങ്ങുള്ളെന്നായിരുന്നു എനിക്ക്. നിങ്ങൾ 26 വർഷം മുമ്പ് ചെയ്തതും ഒരു മനുഷ്യൻ്റെ ജീവിതം ഇല്ലാതാക്കിയത് ഞാൻ തെളിയിച്ചേനെ. വീണ്ടും ആ കഥ തന്നെയോ? അന്ന് ഞാൻ ആ കേസ് അന്നത്തെ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് വിധിച്ചത്. അത് തെറ്റായിരുന്നെങ്കിൽ അത് എൻ്റെ കുറ്റമല്ല, പ്രോസിക്യൂട്ടറുടെയോ അറ്റോർണിയുടെയോ കുറ്റമാണ്. നിങ്ങളെങ്ങനെ ഇത്ര കൃത്യമായി ഡോഹുൻ പറഞ്ഞതുപോലെ പറയുന്നേ? അവൾ ഇന്ന് DNA ടെസ്റ്റ് എടുത്തു, അവളുടെ റിസൾട്ടും കിട്ടി. ജഡ്ജി ഒന്ന് പേടിക്കും. അവളൊരു കണ്ടീഷൻ വെച്ചാണ് ആ ടെസ്റ്റ് നടത്താൻ സമ്മതിച്ചത്. അത് നിങ്ങൾ അറിയണമെന്ന് എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ വന്നേ. കണ്ടീഷനോ? അതെ. എന്താ നിന്റെ കണ്ടീഷൻ? ഈ കേസ് വെച്ച് എൻ്റെ അച്ഛനെ ഉപദ്രവിക്കരുത്. എൻ്റെ അച്ഛൻ്റെ പേര് പോലും കേസിനിടയിൽ പറയരുത്. ഞാൻ ദാൽജുങ്ങിനെ സഹായിക്കാനല്ല, എൻ്റെ അച്ഛന് വേണ്ടിയാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. ഇതറിഞ്ഞപ്പോൾ എനിക്ക് അവളോട് വിഷമം തോന്നി. ഞാനായിരുന്നുവെങ്കിൽ നിങ്ങളെപ്പോലെ ഒരു അച്ഛനെ വെറുത്തേനെ. നീ പറഞ്ഞു കഴിഞ്ഞോ? കഴിഞ്ഞു. അയാൾ തിരിഞ്ഞു നിന്നുകൊണ്ട് എനിക്ക് ഒന്നും സാക്ഷി പറയാനില്ല, ഇതും പറഞ്ഞ് പോകും. ഇപ്പോൾ കത്തിലെ വിവരങ്ങൾ വെച്ച് ലോയർ ച ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ്. എനിക്ക് പ്രൊഫസർ വൂസിങ്ങിനെ കാണാൻ കഴിയുമോ? അദ്ദേഹം ഹെയർ ട്രാൻസ്പ്ലാന്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡ് ആയിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് കേട്ടുകൊണ്ട് വരുന്ന മറ്റൊരാൾ, നിങ്ങളെന്തിനാ അദ്ദേഹത്തെ അന്വേഷിക്കുന്നത്? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അയാൾ മരിച്ചിട്ട് കുറച്ചായല്ലോ. അതെയോ? എങ്ങനെയാണ് അയാൾ മരിച്ചത്? അതൊരു കാർ ആക്സിഡൻ്റ് ആയിരുന്നു. അത് 11 വർഷം മുൻപായിരുന്നോ? അതെ, അത്ര വർഷമായെന്ന് തോന്നുന്നു. ലോയർ ച നന്ദി പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ സൂഹയും അങ്ങോട്ട് വരും. നിങ്ങളെന്താ ഇവിടെ? അതാ എനിക്കും ചോദിക്കാനുള്ളേ. നീയും ആ ന്യൂസ് പേപ്പർ കണ്ടു വന്നതാണോ? ഇപ്പോൾ അവർ പുറത്തു വെച്ച് സംസാരിക്കും. നിന്റെ അച്ഛൻ മിൻകുക്കിന്റെ ഭാര്യയെ കൊന്നുവെന്ന് നിനക്കറിയാം, പക്ഷെ അത് എങ്ങനെയാണെന്ന് അറിയില്ല. അതെ, എൻ്റെ അച്ഛൻ എഴുതിയ ആ ആർട്ടിക്കിളുമായി അതിന് എന്തോ ബന്ധമുണ്ടെന്ന് തോന്നുന്നു. മിൻകുക്ക് നിങ്ങളെ കാണാൻ വന്നപ്പോൾ എന്താ പറഞ്ഞേ? അവൻ എന്നോട് ആരും അവൻ്റെ സൈഡിലെ സ്റ്റോറി കേട്ടിട്ടില്ലെന്ന് പറഞ്ഞു. പോലീസ് പോലും അവനെ കേൾക്കാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ടാണ് അവനിതെല്ലാം തുടങ്ങിയതെന്ന് പറഞ്ഞു. 11 വർഷം മുൻപുള്ള പ്രൊഫസർ വൂസിങ്ങിൻ്റെ മരണത്തിനും അവനാ കാരണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് ഉറപ്പില്ല. അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കണം. അയാൾ ഇനി എന്തൊക്കെ കത്തുകൾ അയക്കുമെന്ന് നമുക്ക് നോക്കാം. സൂഹ എഴുന്നേറ്റുകൊണ്ട് അവൻ എന്താ പ്ലാൻ ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ എനിക്ക് അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും. ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൻ പോകും. ദാൽജുങ്ങിൻ്റെ കേസ് നടക്കുന്ന ദിവസം സൂഹ ചോദിക്കും, കേസ് എത്ര മണിക്കാ? ഞാൻ എൻ്റെ ക്ലാസ് കഴിഞ്ഞ് വരാം. ഞാൻ വന്ന് ജഡ്ജസും ജൂറി പാലും ചിന്തിക്കുന്നത് നോക്കി പറയണ്ടേ? സൂഹ, നീ ഇന്ന് വരണ്ട. അതെന്താ? എനിക്ക് എപ്പോഴും നിന്നെ ആശ്രയിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാതെ വരും. ഒന്നുമല്ലെങ്കിലും ഞാനൊരു വക്കീലല്ലേ. ഞാൻ ഇന്നത് ഒറ്റയ്ക്ക് ചെയ്യാൻ പോവാം. ഓക്കെ, പേടിക്കണ്ട, ഞാനിത് ചെയ്തോളാം. ഇപ്പോൾ സ്വർണ്ണമുടിക്കാരിയെ കാണിക്കും. അവളുടെ ജോലി സ്ഥലത്തേക്ക് കൂട്ടുകാരൻ വരും. അവൾക്ക് ദേഷ്യം വന്ന്, നീ എന്താ ഇവിടെ? ഞാനൊരു കസ്റ്റമറായി വന്നതാ, എൻ്റെ കൈ ആകെ നാശമായി. അവളിപ്പോൾ അവൻ്റെ കൈ ഉരച്ച് വൃത്തിയാക്കുവാണ്. അവിടെ TV-യിൽ വാർത്ത പറയുന്നുണ്ട്, 26 വർഷം മുമ്പ് കൊന്ന ഒരാളെ വീണ്ടും കൊന്നാൽ അതൊരു കൊലപാതകമായി കണക്കാക്കുമോ? ആ കേസാണ് ഒരു പ്രേത കൊലപാതക ശ്രമമെന്ന് ഇപ്പോൾ വിളിക്കുന്നത്. ഒരു പ്രേതത്തെ കൊന്നെന്നോ? പ്രേതത്തെയോ? ജൂലൈ 3-ാം തീയതി സിറ്റി ഹോസ്പിറ്റലിൽ വെച്ച് 58 വയസ്സുള്ള ഡിഫൻഡന്റ് ദാൽജുങ് 54 വയസ്സുള്ള വിക്ടിമിനെ ആയുധം ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ആ സമയം മിസ്റ്റർ ദാൽജുങ് ഒരു കൊലപാതകത്തിന്റെ 26 വർഷത്തെ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ 26 വർഷം മുമ്പ് കൊന്നുവെന്ന് പറഞ്ഞ അയാളുടെ ഭാര്യ തന്നെയാണ് ഈ കേസിലെയും വിക്ടിം എന്നാണ് പ്രതിഭാഗത്തെ അഭിഭാഷകരുടെ വാദം. അതുകൊണ്ട് തന്നെ ജീവനുള്ള ഒരാളെ കൊല ചെയ്യാൻ ശ്രമിച്ചുവെന്ന് ഡിഫൻഡന്റിനെതിരെ ചാർജ് ചെയ്യാൻ കഴിയില്ല. മറുഭാഗത്ത് പ്രോസിക്യൂട്ടേഴ്സ് കൗൺസിലിന്റെ കയ്യിൽ യാതൊരു തെളിവുമില്ല എന്നും ദാൽജുങ് ആക്രമിക്കുന്ന CCTV ദൃശ്യമുള്ളത് കൊണ്ട് തന്നെ അയാൾ കുറ്റക്കാരനാണെന്നുമാണ് വാദിക്കുന്നത്. വിക്ടിം 26 വർഷം മുമ്പ് ദാൽജുങ് കൊന്ന അയാളുടെ ഭാര്യയാണെന്ന് വന്നാൽ ഓൾറെഡി മരണപ്പെട്ടു എന്ന് കണ്ടെത്തിയ ഒരാൾക്ക് നേരെയുള്ള കൊലപാതക ശ്രമത്തെ കോടതി എങ്ങനെയാണ് വിധിക്കുക? രാജ്യം മുഴുവൻ ആ വിധിക്കായി ഉറ്റുനോക്കുകയാണ്. അയാൾ കഴിഞ്ഞ 26 വർഷവും ഭാര്യയെ കൊന്നുവെന്ന് പറഞ്ഞാണ് ജയിലിൽ കിടന്നത്. ആ ഭാര്യ കാലം അത്രയും ജീവനോടെ ഉണ്ടായിരുന്നുവെന്നോ? ദൈവമേ, ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അയാൾ ഒരാളെ കൊന്നെന്ന് പറഞ്ഞ് ഓൾറെഡി ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. പക്ഷെ ആ സെയിം പേഴ്സണെ കുത്തിയെന്ന് പറഞ്ഞ് അയാളെ വീണ്ടും കുറ്റക്കാരനാക്കിയിരിക്കുക. അത് രണ്ടും സെപ്പറേറ്റ് ഇഷ്യൂസാ. എന്തായാലും അയാൾ ഒരു ജീവനുള്ള ആളെയാണ് കുത്തിയത്, അല്ല അയാൾ മരിച്ചുപോയ ഒരാളെയാണ് കുത്തിയത്. അതുകൊണ്ടാണല്ലേ ഈ കേസിനെ ഒരു പ്രേതത്തിന്റെ കൊലപാതക ശ്രമം എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ കോടതിയിൽ ഡോഹൻ അവളുടെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് നടത്തുകയാണ്. 26 വർഷം മുമ്പ് ഡിഫൻഡന്റ് സ്വന്തം ഭാര്യയെ അംഗഭംഗപ്പെടുത്തി കൊലപ്പെടുത്തിയതിനു ശേഷം ഇത്ര കാലം ജയിലിൽ കിടന്നിട്ട് പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും മറ്റൊരു കൊലപാതക ശ്രമം നടത്തി.
ഹോസ്പിറ്റലിൽ വെച്ച് ലെഫ്റ്റ് ഹാൻഡ് മിസ്സിംഗ് ആയുള്ള വിക്ടിമിനെ കണ്ടപ്പോൾ അത് താൻ കൊന്ന ഭാര്യയാണെന്ന് തെറ്റിദ്ധരിച്ച് ഡിഫൻഡന്റ് കുപ്പിച്ചില്ല് ഉപയോഗിച്ച് അവരുടെ കഴുത്തിൽ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ ക്രിമിനൽ കോഡ് ആർട്ടിക്കിൾ 250 അനുസരിച്ച് ഡിഫൻഡന്റിനെതിരെ കൊലപാതക ശ്രമം ചാർജ് ചെയ്തിരിക്കുകയാണ്. കൗൺസിലിനോട് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് നടത്താൻ ജഡ്ജി ആവശ്യപ്പെടും. മൂത്ത വക്കീലെ എഴുന്നേറ്റ് വന്ന് പറയും, ഞാനായിരുന്നു ഡിഫൻഡന്റിന്റെ 26 വർഷം മുമ്പത്തെ ലെഫ്റ്റ് ഹാൻഡ് മർഡർ കേസിന്റെ അഭിഭാഷകൻ. അന്ന് ഡിഫൻഡന്റ് അയാളുടെ ഭാര്യയെ കൊന്നുവെന്ന് പറഞ്ഞ് ഈ അടുത്തുവരെ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. ഇപ്പോഴത്തെ ക്രൈം കാണിക്കുന്നത് അന്നത്തെ വിധി തെറ്റായിരുന്നുവെന്നും 26 വർഷം അന്യായമായാണ് ഡിഫൻഡന്റിനെ ജയിലിൽ പിടിച്ചിട്ടതെന്നുമാണ്. അദ്ദേഹം നീണ്ട 26 വർഷം ചെയ്യാത്ത ഒരു കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. പ്രോസിക്യൂട്ടേഴ്സ് പറഞ്ഞു അദ്ദേഹത്തിന്റെ മുൻ ഭാര്യയും ഇപ്പോഴത്തെ വിക്ടിമും ഒരാളല്ല എന്ന്. എന്നാൽ പല തെളിവുകൾ ഉപയോഗിച്ച് അത് ഒരാൾ തന്നെയാണെന്ന് ഞങ്ങൾ തെളിയിക്കും. ഓൾറെഡി അദ്ദേഹം കൊലപാതക കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞതുകൊണ്ട് വീണ്ടും അതേയാളെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ശിക്ഷിക്കാൻ ശ്രമിക്കുന്നത് നിയമപരമായി തെറ്റാണ്. പക്ഷേ അന്ന് അയാൾ കൊന്ന ഭാര്യയും ഇപ്പൊ കുത്തിയ സ്ത്രീയും അത് ഒരാളാണെന്ന് നമ്മളെങ്ങനെ അറിയും? എടാ മണ്ട, 26 വർഷം കഴിഞ്ഞെന്ന് വെച്ച് സ്വന്തം ഭാര്യയെ കണ്ട അയാൾക്കറിയില്ലേ? മാത്രമല്ല രണ്ടുപേർക്കും ലെഫ്റ്റ് ഹാൻഡ് മിസ്സിംഗ് ആണ്. അത് മാത്രം വെച്ച് രണ്ടും ഒരാളാണെന്ന് പറയാനാവില്ല. അവർ രണ്ടും ഒരാൾ തന്നെയാണെന്ന് പറയാനാവില്ല. കൗൺസിലിന്റെ വാദപ്രകാരം വിക്ടിമിന്റെ ലെഫ്റ്റ് ഹാൻഡ് മിസ്സിംഗ് ആണ്. അവരുടെ മകളുടെ DNA ടെസ്റ്റ് റിസൾട്ടും ഉണ്ട്. മകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താത്തിടത്തോളം DNA റിസൾട്ടും അംഗീകരിക്കാനാവില്ല. എടാ പുല്ല് തലയാ, നീ തീർന്നടാന്ന് പറഞ്ഞ് ഹേസും എഴുന്നേൽക്കും. അവരുടെ മകള് അഡോപ്റ്റ് ചെയ്തതാണെന്ന് അറിയാതെ നല്ലൊരു കുടുംബത്തിലാണ് ജീവിക്കുന്നത്. ഐഡന്റിറ്റി വെളിപ്പെടുത്തരുതെന്ന് അവൾ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കത് പറയാനാവില്ല. എല്ലാവരും ഈ സ്ക്രീനിൽ ഒന്ന് നോക്കൂ. ഇതിൽ കാണുന്നത് പോലെ DNA റിസൾട്ടിൽ 99.9997% മാച്ച് ഉണ്ട്. അതിനർത്ഥം ഡിഫൻഡന്റ് ദാൽചുങ്ങും വിക്ടിമും ഒരിക്കൽ ഭാര്യ ഭർത്താക്കന്മാർ ആയിരുന്നുവെന്നല്ലേ? എല്ലാവർക്കും അത് കൺവിൻസിങ് ആയ പോലെ തോന്നും. നീ പറഞ്ഞതുപോലെ അവർ ഭാര്യയും ഭർത്താവും ആയിരുന്നെന്ന് തന്നെ ഇരിക്കട്ടെ, അതുകൊണ്ടെന്താ അയാൾ ജീവനുള്ള ഒരാളെയല്ലേ കുത്തിയത്? സ്വർണ്ണമുടിക്കാരി എഴുന്നേറ്റ് അവന് തലക്കിട്ടൊരു കൊട്ടു കൊടുക്കും. നീ എന്തിനാ എന്നെ തല്ലുന്നേ? അത് പണ്ട് നീ സുഹയുടെ ലോക്കറ് പോലീസുകാരോട് പറഞ്ഞു കൊടുത്തതിനുള്ള പണിഷ്മെന്റാ. നീ അതിനെ അന്നെ അടിച്ചതല്ലേ? കണ്ടോ, നിനക്ക് ഓൾറെഡി അടി കിട്ടിയ കാര്യത്തിന് വീണ്ടും തല്ല് കൊള്ളുമ്പോൾ ദേഷ്യം വരുന്നത് കണ്ടോ? അയാൾക്കും അത് തന്നെയാ. അയാൾ ഓൾറെഡി ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു, വീണ്ടും അയാളെ ശിക്ഷിക്കാൻ പോവാ. ഹേ, ഈ സിറ്റുവേഷൻ എങ്ങനെ സെയിം ആവുന്നേ? നമ്മുടെ രാജ്യത്ത് ഒരേ കുറ്റത്തിന് 2 തവണ ശിക്ഷിക്കരുതെന്ന് നിയമമുണ്ട്, ശരിയാണ്. പക്ഷെ ഇപ്പോഴത്തെ ക്രൈമും 26 വർഷം മുമ്പത്തെ കേസും സെയിം ആണെന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അത് രണ്ടും നടന്ന സമയവും സ്ഥാനവും രീതിയും ഡിഫറെന്റ് ആണ്. വിക്ടിമും ഡിഫൻഡന്റും മാത്രമേ ഒന്നായിട്ടുള്ളൂ. അത് മാത്രം വെച്ച് ഇത് സെയിം ക്രൈം ആണെന്ന് പറയാൻ കഴിയില്ല. മൂത്ത വക്കീലെ എഴുന്നേറ്റ് വന്ന്, 26 വർഷം മുമ്പത്തെ കോടതി വിധിയിലൂടെ വിക്ടിം മരണപ്പെട്ട ഒരു വ്യക്തിയായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഡിഫൻഡന്റ് കുത്തിയത് ഒരു പ്രേതത്തെയാണ്. അയാൾ ഒരു പ്രേതത്തെ ആക്രമിച്ച അതെങ്ങനെയാണ് ഒരു കൊലപാതക ശ്രമമായി മാറുന്നത്? ഇപ്പോ സൂഹ അങ്ങോട്ടേക്ക് വരും. നമുക്കിനി ഡിഫൻഡന്റിനെ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങാമെന്ന് ജഡ്ജി പറയുന്ന ശബ്ദം ഉള്ളിൽ നിന്ന് കേൾക്കും. അവനുള്ളിൽ വന്നിരിക്കും. ഡോഹൻ ചോദ്യം ചെയ്യാനായി എഴുന്നേൽക്കും. അപ്പോൾ ദാൽജുങ് പറയും, യുവർ ഓണർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് വേണ്ടി DNA ടെസ്റ്റ് എടുത്ത എൻ്റെ മകള്, എനിക്ക് അവളോട് വളരെയധികം നന്ദിയുണ്ട്. എനിക്കവള് ആരാണെന്നോ എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയില്ലെങ്കിലോ അവൾ ഇപ്പോൾ ഉള്ളതുപോലെ സന്തോഷമായിട്ടിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതും പറഞ്ഞ് അയാൾ ഇരിക്കും. ഡോഹൻ ആകെ വിഷമിക്കും. പ്രോസിക്യൂട്ടർ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു തുടങ്ങാം. അവൾ സങ്കടം അടക്കി പിടിച്ച് ചോദിക്കും, നിങ്ങൾ വിക്ടിമിനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണോ കുത്തിയത്? അല്ല. വിക്ടിം ഇപ്പോൾ കോമയിലാണ്. അവർ മരിച്ചാൽ നിങ്ങളൊരു കൊലപാതകയാവും, അതറിയില്ലേ? യുവർ ഓണർ, വിക്ടിം ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞ് കൗൺസിൽ ബഹളം വയ്ക്കും. അതെ, അത്തരം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പാടില്ല എന്ന് ജഡ്ജി പറയും. ഇനി ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ഡോഹൻ പോകും. ഇപ്പോൾ കൗൺസിലിന്റെ സമയമാണ്. മൂത്ത വക്കീൽ ചോദിക്കും, നിങ്ങൾ വിക്ടിമിനെ കണ്ടപ്പോൾ എന്താണ് അവർ നിങ്ങളോട് പറഞ്ഞത്? അവൾക്ക് എന്നെ വെറുപ്പായിരുന്നു, എൻ്റെ കടങ്ങളെയും. അവൾക്ക് ഇഷ്ടമുള്ള വേറൊരാളുടെ കൂടെ ജീവിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ മോളെയും കടത്തിന് മേലെ വളർത്താൻ അവൾക്ക് ആഗ്രഹമില്ല എത്രേ. അതുകൊണ്ടാണ് സ്വന്തം കയ്യറുത്ത് മാറ്റി അവൾ എന്നെ ജയിലിലാക്കിയത്. അപ്പോ അവരുടെ വാക്കുകളാണ് തകർന്ന ചില്ല് എടുത്തുയർത്താൻ നിങ്ങളെ പ്രേരിപ്പിച്ചത്. അതെ. മൂത്ത വക്കീല് അയാൾ കുത്താൻ ഉപയോഗിച്ച ചില്ല് എടുത്തുയർത്തി. ഇതുപയോഗിച്ചാണോ നിങ്ങൾ അവരെ കുത്തിയത്? അതെ. അവിടെ വലിയ പീസുകൾ ഉണ്ടായിരിക്കാം, പിന്നെന്തിനാണ് നിങ്ങൾ ചെറിയ കഷ്ണം എടുത്തത്? എനിക്ക് കയ്യിൽ കിട്ടിയത് ഞാൻ എടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾ കേട്ടതുപോലെ ഇദ്ദേഹത്തിന് അവരെ കൊല്ലണമെന്ന് യാതൊരു ഉദ്ദേശവും ഇല്ലായിരുന്നു. ഇനി ക്വസ്റ്റ്യൻ ഒന്നുമില്ല. ജഡ്ജി സമയം നോക്കിയിട്ട്, നിങ്ങളെല്ലാവരും മടുത്തിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം, ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് 4 മണിക്ക് നമുക്ക് വീണ്ടും ആരംഭിക്കാമെന്ന് പറയും. സുഹ പുറത്ത് നിൽക്കുമ്പോൾ ഡോഹൻ ഇറങ്ങി പോകുന്നത് കാണും. അവൾ ചിന്തിക്കുവാണ്, അച്ഛാ സോറി, ഐ എം റിയലി സോറി.
ഇപ്പോൾ ഹേസും അവൻ്റെ അടുത്തേക്ക് ഓടി വരും. ഹേയ്, ജൂറി പാനൽ എന്താ ചിന്തിക്കുന്നത് നീ കണ്ടോ? അവരിൽ എത്ര പേര് നമ്മുടെ സൈഡിലുണ്ട്? ഇതെന്താ നീയല്ലേ പറഞ്ഞേ ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ പോവാണെന്ന്? അതെ ആയിരുന്നു, പക്ഷെ നീ ഏതായാലും വന്ന സ്ഥിതിക്ക് പറ, എത്ര പേര് നമ്മുടെ സൈഡിലുണ്ട്? അതിനേക്കാളെല്ലാം ഇമ്പോർട്ടൻ്റ് പ്രോസിക്യൂട്ടർ ഡോഹുനാണ്. അവളുടെ പേര് പോലും പറയണ്ട, അവളൊരു മെഷീനാണെന്നാ തോന്നുന്നത്. അങ്ങനെയല്ലേ സ്വന്തം അച്ഛനെ അവൾ അറ്റാക്ക് ചെയ്യുന്നത്? അല്ല, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ? എനിക്ക് തോന്നുന്നു ദാൽചുങ്ങിന് ഡോഹുൻ അയാളുടെ മകളാണെന്ന് അറിയാമെന്ന്. ശരിക്കും? അതെങ്ങനെ അയാൾ കണ്ടെത്തി? ഡോഹുൻ ഇപ്പോൾ വാഷ്റൂമിലാണ് ഉള്ളത്. അവള് മുമ്പ് ദാൽചുങ്ങിനെ ചെന്ന് കണ്ട കാര്യം ഓർക്കും. ജഡ്ജി ഡേസുക്കിന്റെ മകളാണോ എൻ്റെ കേസിലെ പ്രോസിക്യൂട്ടർ? നിങ്ങളുടെ കുടുംബത്തിൽ കൂടെ ഞാൻ മടുത്തു. നീ എന്തിനാ ഇവിടെ വന്നേ? എൻ്റെ അച്ഛൻ ഒരിക്കലും നിങ്ങളോട് ക്ഷമ പറയില്ല. നിങ്ങൾക്ക് അതാണ് വേണ്ടതെങ്കിൽ ആ ചിന്ത നിങ്ങൾ വിട്ടുകളയണം. ഇത് പറയാനാണ് നീ ഇവിടം വരെ വന്നത് എങ്കിൽ എനിക്കൊന്നും കേൾക്കാനില്ല എന്ന് പറഞ്ഞ് അയാൾ എഴുന്നേൽക്കും. ഐ എം സോറി, ഐ എം റിയലി സോറി. എൻ്റെ അച്ഛന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം. നീ എന്തിനാ ക്ഷമ പറയുന്നേ? അദ്ദേഹം അന്ന് നടത്തിയ വിധിയോർത്ത് പശ്ചാത്തപിക്കുന്നുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ. നീയോ? അച്ഛൻ ഒരിക്കലും സ്വന്തം തെറ്റ് അംഗീകരിക്കില്ല. അങ്ങനെയാണ് അദ്ദേഹം ജീവിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നത്. ദയവായി ക്ഷമിക്കണം. അവൾ എഴുന്നേറ്റ് നാളെ കോടതിയിൽ വെച്ച് കാണാം. അവിടെ ഞാൻ ജഡ്ജി ഡേസുക്കിന്റെ മകളായിട്ടല്ല, നിങ്ങളുടെ കേസിലെ പ്രോസിക്യൂട്ടർ ആയാണ് ഉണ്ടാവുക. നിനക്ക് എത്ര വയസ്സായി എന്ന് ദാൽചുങ് ചോദിക്കും. എനിക്ക് 29 വയസ്സായി. എന്തെങ്കിലും ചാൻസിൽ നീ എൻ്റെ മകൾ ഗായോനാണോ? അവള് വിഷമം അടക്കി പിടിച്ചുകൊണ്ട് അല്ലാന്ന് പറയും. എൻ്റെ പേര് ഡോഹുൻ എന്നാണ്. അവൾ ഇതോർത്ത് കരയുവാണ്. അവൾക്ക് സങ്കടം അടക്കാനാവാതെ നിലത്ത് കുത്തിയിരുന്ന് ഏങ്ങലടിച്ച് കരയും. അപ്പോഴാണ് ഹേസുങ് അങ്ങോട്ട് വരുന്നത്. ഡോഹുൻ, നീ എന്താ? ഹേസുങ്, ഞാൻ മരിച്ചു പോകുന്നത് പോലെ എനിക്ക് തോന്നുക. എന്നെ രക്ഷിക്ക്, ദയവ് ചെയ്ത് എൻ്റെ അച്ഛനെ രക്ഷിക്ക്.